ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേരല്ലേ ഉള്ളൂ. ഇവിടെ എന്തിനുണ്ട് വികസനം എന്ന് പറഞ്ഞ എന്തുണ്ട്? പാവങ്ങൾക്ക് കിടക്കാടാൻ പോലും ഇല്ല. പാവങ്ങളിൽ നിന്ന് ഓരോ ദിവസം പൈസ പിഴിഞ്ഞ് എടുത്തെടുത്ത് വലിയവരും ആവണം, പാവങ്ങൾ താന്ന് പോണം. അത് എന്നാ ആവണത്? അല്ലാതെ ഒന്നും ആവൂല, ഒരു മാറ്റവും വരൂല. അത് മാറ്റം വരണമെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നില്ലേ, അതേപോലെ ഒരു സർക്കാർ വീണ്ടും വരണം, അപ്പോഴാവും. അല്ലാതെ ആവൂല, ഈ ജന്മാവൂല. പുറത്തോട്ടുള്ള ഒരുപാട് പേര് ഇപ്പം കേരള ട്രഡീഷൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ ആവാനാറ്റ. പക്ഷെ എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തവും റയറുമാണ് കേരളത്തിലുള്ള ട്രഡീഷൻ. പക്ഷെ അത് കളങ്കപ്പെടുത്താണ്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. നമ്മുടെ മഹാവേലി വന്നു കഴിഞ്ഞാൽ നമ്മളെ റോഡ് മൊത്തത്തിലൊന്ന് മാറണം. അതുപോയിട്ട് ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും പിന്നെ വെട്ടിപ്പും തട്ടിപ്പുമാണ് കൂടുതൽ നടക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരണം. പിന്നെ ഈ ഗതാഗത കുരുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളും എല്ലാം കൂടി ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് നമ്മൾ ആ മാവേലിയരോട് ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞ് ഇതിനൊരു മോചനം വേണമെന്ന് പറയുകയാണ്. നമ്മുടെ മാവേലി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ വന്ന് നല്ലൊരു മാറ്റം നമുക്ക് തരാൻ വേണ്ടിയിട്ട് മാവേലി വന്ന് ഇതിനെക്കുറിച്ചൊന്ന് നല്ലൊരു പാർക്ക് വേണം. അതേമാതിരി നല്ലൊരു ജനങ്ങൾക്ക് വന്ന് ഇരിക്കാനും വണ്ടികൾക്ക് പെട്ടെന്ന് വന്ന് പോകാനും നല്ലൊരു സ്മാർട്ട് സിറ്റി പോലത്തെ രീതിയിൽ ഇപ്പോഴും മെച്യൂരിറ്റിയാണ്. എങ്കിലും ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ജലപ്പരപ്പ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് പറയുന്നു. ഗതാഗത സൗകര്യം നല്ല ഇതാക്കണം. പെട്ടെന്ന് ഗതാഗതം നല്ല കറക്റ്റ് ആക്കണം. ഇപ്പോഴേ സമയത്തൊന്നും ബസ്സൊന്നും ഇല്ല. ഇപ്പോൾ കറക്റ്റ് സമയത്തിന് ബസ് സൗകര്യങ്ങളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തണം. മഹാബലി എടുത്ത് ചോദിക്കാം. പിന്നെ ഡെവലപ്മെന്റ് ആയി ജനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. ഒത്തൊരുമയായിട്ട് തന്നെ പോണം. മകബലി കണ്ട ഞാൻ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഹാപ്പി ആവണം ശരി.